നമ്മൾ തന്നെ ഒരു ഗ്യാതറിങ്ങിന് പോവാണ് ആൻഡ് നമുക്ക് സ്വയമേ ഒരു വിശ്വാസം ഉണ്ട് ദാറ്റ് എന്റെ കാണാൻ ഭംഗിയില്ല, എനിക്ക് ആക്നെ ഉണ്ട്, എനിക്ക് വണ്ണുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ബിലീഫ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ തോട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു ദാറ്റ് ഇൻ മൈ ഓൺ മൈൻഡ് ഐ എം നോട്ട് ഫിറ്റ്. അപ്പൊ എന്റെ മൈൻഡിൽ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത കാര്യങ്ങളെ ബാക്കികൾക്ക് കാണാനും പറ്റും. മൈ ഇന്നർ വേൾഡ് റിഫ്ലെക്ട്സ് മൈ ഔട്ടർ വേൾഡ് അല്ലെ. അപ്പൊ നമ്മുടെ ബിഹേവിയേഴ്സും നമ്മുടെ ബിലീഫ്സിനെ എഫേം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ഗ്യാതറിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മളെ തന്നെ താഴ്ത്തിക്കെട്ടാൻ നമ്മൾ തന്നെ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കോൺവെർസേഷനിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ പറയും എന്നെ കാണാൻ ഭംഗിയില്ല, അല്ലെ എന്നെ തന്നെ കോമാളിയാക്കിയാലും കുഴപ്പമില്ല, ബിക്കോസ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ നമ്മളെ തന്നെ താഴ്ത്തിക്കെട്ടുന്ന നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് സെൽഫ് ടോക്കാണ്. പലപ്പോഴും ലൈക്ക് ദ വേ യു ആർ വെരി ഇമേഴ്സ്ഡ് ഇൻ യുവർ ഓൺ തോട്ട്സ്, പലപ്പോഴും അവരെല്ലാവരും അവരുടെ ലൈഫിൽ ഇമേഴ്സ്ഡ് ആണ്. പക്ഷെ നമ്മളാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളാണ് നമ്മളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ബൈ ക്രിയേറ്റിംഗ് ദിസ് നെഗറ്റീവ് സെൽഫ് തോട്ട്. ഹിപ്നോതെറാപ്പി വന്നു കഴിഞ്ഞാൽ താനിത് നിങ്ങൾ നോട്ടീസ് ചെയ്യാണ്, എനിക്ക് ഈ നെഗറ്റീവ് സെൽഫ് തോട്ട് ഉണ്ട്, ഭയങ്കരമായിട്ടുണ്ട്, പക്ഷെ എനിക്കിതൊന്ന് സ്വയം തിരിച്ച് റീവയർ ചെയ്യാൻ പറ്റുന്നില്ല, സ്വയം നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. ഇത് കാരണമാണ് എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും ഞാൻ ചെയ്യാതിരിക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ പോയി സംസാരിക്കാൻ പേടിയുണ്ടാവുക, ഒരു പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പേടിയുണ്ടാവുക, ഒരു ബിസിനസ് റിസ്ക് എടുക്കാൻ പേടിയുണ്ടാവുക. സ്വയം നമ്മൾ എന്തെങ്കിലും ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും കണ്ടുവന്നിട്ട്.